ശ്രീരാമ നവമി രഥയാത്രയ്ക്ക് കൊല്ലൂരിൽ ഭക്തി നിർഭരമായ തുടക്കം. കൊല്ലൂരിൽ നിന്നും കശ്മീരിലെത്തുന്ന രഥയാത്ര തുടർന്ന് കന്യാകുമാരിയിലെത്തി സാഗരപൂജയ്ക്ക് ശേഷം ചെങ്കോട്ടുകോണം ആശ്രമത്തിലാണ് സമാപിക്കുക. ശ്രീരാമദാസ മിഷന്റെ നേതൃത്വത്തിലാണ് ശ്രീരാമനവമി മഹോത്സവത്തിന്റെ ഭാഗമായി ശ്രീരാമനവമി രഥയാത്ര നടത്തുന്നത്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കൊല്ലൂരിൽ നിന്നും കശ്മീരിലേക്കും അവിടെ നിന്നും ഭാരതത്തിലെ 10 സംസ്ഥാനങ്ങളിലൂടെ പരിക്രമണം നടത്തി കന്യാകുമാരി വരെയുള്ള പുണ്യതീർത്ഥങ്ങളിലൂടെയാണ് രഥയാത്ര നടക്കുന്നത്. കൊല്ലൂർ ശ്രീ മൂകാംബികാ ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നുമാണ് ശ്രീരാമനവമി രഥപരിക്രമണം ആരംഭിച്ചത്. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും മുഖ്യപൂജാരി ഗോവിന്ദ അടിക പകർന്ന ജ്യോതി ശ്രീരാമദാസ ആശ്രമം അധ്യക്ഷൻ സ്വാമി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി ശ്രീരാമരഥത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് ശ്രീരാമനവമി രഥയാത്രയ്ക്ക് തുടക്കമായത്. ശ്രീരാമദാസ മിഷൻ ഉപാധ്യക്ഷൻ സ്വാമി ശങ്കർ സരസ്വതിയാണ് രഥയാത്ര നയിക്കുന്നത്. മഹാരാഷ്ട്ര ബ്രഹ്മപുരി നിത്യാനന്ദാശ്രമത്തിലെ സ്വാമി വിശ്വേശ്വരാനന്ദ, സ്വാമി ഹനുമത്പാദാനന്ദ സരസ്വതി, കേദാർനാഥിലെ സ്വാമി ധർമാനന്ദ, ബ്രഹ്മചാരി പ്രവിത്, ബ്രഹ്മചാരി അരുൺ, ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി അധ്യക്ഷൻ എസ് കിഷോർ കുമാർ, BR രാജശേഖരൻ നായർ, രാമസേവകർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീരാമരഥത്തിൽ ജ്യോതി പ്രതിഷ്ഠിച്ചതിനു ശേഷം സ്വാമി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്രീരാമ സീത ആഞ്ജനേയ വിഗ്രഹങ്ങളും ശ്രീരാമ പാദുകങ്ങളും പരമഗുരു ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുവിന്റെയും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെയും ഛായാചിത്രങ്ങളും ശ്രീരാമരഥത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മാർച്ച് 3-ന് ശ്രീരാമരഥം കേരളത്തിലെ പര്യടനം ആരംഭിക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകും. കന്യാകുമാരി ദർശനത്തിനും സാഗരപൂജയ്ക്കും ശേഷം മാർച്ച് 27-ന് ശ്രീരാമനവമി ദിനത്തിൽ ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ എത്തിച്ചേരുന്നതോടെ രഥയാത്ര സമാപിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV.